ഹായ്, ഞാൻ വ്ളോഗ് സൂപ്പർ സ്റ്റാർ ചാച്ചൻ. ഇന്ന് ഞായറാഴ്ച. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ പ്ലാനെന്ന് വെച്ചാൽ വരാപ്പുഴ മീൻ മാർക്കറ്റിൽ പോയി മീൻ വാങ്ങിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വണ്ടിയൊക്കെ എടുത്ത് നേരെ വരാപ്പുഴയിലേക്കാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ തിരക്ക് വളരെ കുറവായിരുന്നു റോഡിലെല്ലാം. പക്ഷേ വരാപ്പുഴയിൽ തിരക്ക് കൂടുതലായിരിക്കും. ഇത് നമ്മളുടെ വരാപ്പുഴ പാലമാണ്. വരാപ്പുഴ പാലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള പാതപണി നടക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം വളരെ വേഗത്തിൽ തന്നെയാണ് പണി നടക്കുന്നതൊക്കെ എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. നല്ല വരാപ്പുഴയുടെ ഫ്രണ്ടിലെത്തിയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. ഇതാണ് വരാപ്പുഴ മീൻ മാർക്കറ്റ്. അവിടെ എത്തിയപ്പോൾ പുറത്ത് അത്യാവശ്യം തിരക്കായിരുന്നു. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറി നോക്കാം. അകത്തോട്ട് കയറുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ പച്ചക്കറി കടയാണ്, ആ റൈറ്റ് സൈഡിൽ പഴക്കടയാണുള്ളത്. അത് കഴിഞ്ഞ് കുറേ പച്ചക്കറി കടകളിങ്ങനെ അടുക്കി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഉണക്കമീനും ഇവിടെ നിന്ന് കിട്ടും. ഇത് ഉണക്കമീൻ കടയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ മുമ്പിലേക്ക് പോയി ഇനി മീൻ മാർക്കറ്റിനുള്ളിലേക്ക് കയറുമ്പോഴത്തേക്ക് നമ്മളുടെ റൈറ്റ് സൈഡിൽ കോഴിക്കടയുണ്ട്. അതിൽ താറാവ്, മിക്ക കോഴി ഐറ്റംസ് അവിടെയുണ്ട്. അതുപോലെ തന്നെ മുയലിനെയൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ടൊന്നും പോകാറില്ല, എനിക്കതൊക്കെ കൊല്ലുന്ന കാണാൻ ഒരു ഭയമൊക്കെയാണ്. അപ്പോൾ മീൻ മാർക്കറ്റിനകത്ത് കയറിയപ്പോഴും നല്ല തിരക്കായിരുന്നു. അതായത് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. അവിടെ ലേലം വിളിച്ചാണ് മീൻ സെയിൽ ചെയ്യുന്നത്. കണ്ടില്ലേ, ലേലം വിളിക്കുന്ന ആളുകളാണത്. അവർ ലേലം വിളിച്ചിട്ട് ഈ ലേലം വിളിക്കുന്ന മീനാണ് നമ്മളുടെ അവിടുത്തെ ട്രെയിൽ കൊണ്ടുവന്നിട്ട് നമ്മൾക്ക് സെയിൽ ചെയ്യുന്നത്. നമ്മൾക്ക് വേണമെങ്കിലും ലേലം വിളിക്കാം, പക്ഷെ നമ്മൾക്ക് അത്ര മീനിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള മീനിലേ വാങ്ങിക്കത്തുള്ളൂ. ലേലം വിളിക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 5 കിലോ 6 കിലോ അങ്ങനെയൊക്കെ ഉണ്ടാവും. നമുക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇത് പച്ച നങ്കാണ്. പാലക്കാട്ടുകാർക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ സന്തോഷമായിരിക്കും. കാരണം പാലക്കാട്ടുകാരൻ ഇത്രയും മീൻ കാണാറില്ല. കാരണം നമ്മുടെ നാട്ടിൽ സൈക്കിളിൽ കൊണ്ടുവരുന്ന അയില, ചാള, അങ്ങനെ 1-2 ഐറ്റംസ് ഒക്കെയല്ലേ കൊണ്ടുവരാറുള്ളൂ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ പാലക്കാട്ടുകാർ അത്ഭുതപ്പെടും. അത്രയ്ക്കും മീനാണ് ഇവിടെ ഉള്ളത്. ആ മാർക്കറ്റിൽ തന്നെ വീണ്ടും 2-3 സ്ഥലങ്ങളിലായിട്ട് കച്ചവടം നടക്കുന്നത്, അതായത് ലേലം വിളിക്കുന്നുണ്ട്. ആ ലേലം വിളിക്കുന്ന മീന് നമ്മൾ ഈ ട്രെയിൽ കൊണ്ടുവന്നിട്ട് വാങ്ങിക്കുകയാണ് ചെയ്യാറ്. ഞാനിന്ന് വാങ്ങിക്കാൻ പോകുന്ന മീൻ എന്ന് വെച്ചാൽ സൂചിക്കൊഴുവ. ഈ കാണുന്ന സൂചിക്കൊഴുവ, പ്രോൺസ്, 1 കിലോ തിലോപ്പിയ, അതുപോലെ തന്നെ പച്ച നങ്കും കൂടെ ഞാനിന്ന് വാങ്ങിക്കുന്നുണ്ട്. പച്ചനങ്കൊക്കെ നല്ല ടേസ്റ്റാണ്. ഈ പച്ചനങ്കൊന്നും നമ്മുടെ ഇവിടെ കാണാറേ ഇല്ല. കാരണം പാലക്കാട്ടിലൊന്നും ഇത് കൊണ്ടുവരാറുമില്ല. ഉണ്ടോ ഈ പച്ചനങ്കില്ലേ, നല്ല ടേസ്റ്റായിട്ടുള്ള പച്ചനങ്കാണ്. ഞാൻ എപ്പോഴും വാങ്ങിക്കാറുണ്ട് വരാപ്പുഴയിൽ പോകുമ്പോൾ. മോനും മോൾക്കൊക്കെ ഇത് ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് അത് ക്ലീൻ ചെയ്യാൻ കൊടുക്കാം. നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് തരും. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ഉണക്കമീൻ വാങ്ങിക്കാനായി ഉണക്കമീനും വാങ്ങിച്ച് അയാൾക്ക് പൈസയും കൊടുത്ത് നമ്മൾ നേരെ ഒരു ലോട്ടറി കട ഭാഗ്യപരീക്ഷണത്തിന് വന്നൊരു ലോട്ടറി എടുത്ത് നേരെ വീട്ടിലോട്ട്. അപ്പോൾ എല്ലാവർക്കും റംസാൻ